മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അതുപോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂർണ്ണമായി അംഗീകരിച്ച മഹാന്മാരായ സലഫുസ് സ്വാലിഹീങ്ങളെയും അംഗീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്കെതിരെ കുതിര കയറിയിട്ട് അവസാനം പറഞ്ഞത് നിരീശ്വരവാദികൾക്കാണ് പിന്നെയും നമ്മേക്കാൾ ക്രെഡിറ്റ് എന്ന നിലയ്ക്ക് മുജാഹിദ് ബാലുശ്ശേരി സംസാരിക്കുന്നതും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇതൊക്കെ മനസ്സിനെ വേദനിപ്പിക്കുന്ന വാചകങ്ങളാണ്, ഇതൊക്കെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന വാചകങ്ങളാണ്. എന്തിനിതൊക്കെ പറയണം? സത്യം സത്യമായി പറയാൻ കയ്യിലൊന്നുമില്ലെങ്കിൽ അത് വലിച്ചെറിഞ്ഞ് പാരമ്പര്യത്തിന്റെ പിന്നാലെ കൂടി പ്രവർത്തിക്കുകയല്ലെങ്കിൽ പിന്നെന്തായിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ചെയ്യേണ്ടത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ സത്യമാണ്. വിവരമില്ലാതെ മതം പറയാൻ ഇറങ്ങിയാൽ അപകടമാണ് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ ഭാഗം നിങ്ങൾക്കൊന്ന് കേൾക്കാം. അല്ലാഹുവിൽ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോട് അല്ലാഹു കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യതയുണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ട് പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫിറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫിറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ക്ഷമിക്കണം. ഹക്കും സത്യവും മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും, നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇത് ക്ഷമിക്കുകയില്ല. ഇത് നിങ്ങൾക്ക് നെഞ്ചിലടിക്കാവുന്ന, നെഞ്ചത്തടിച്ച് കരയാൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രവർത്തനവും വാചകവുമാണ് നിങ്ങളിപ്പോൾ നടത്തിയത്. ഈ പ്രസംഗിച്ച മൗലവിയെ അവസാനത്തിൽ ഞാൻ നെഞ്ചിലടിപ്പിക്കുന്ന രംഗം ഞാൻ കാണിക്കുന്നുണ്ട്. ഈ മൗലവി പറഞ്ഞ് അവസാനം സദസ്സിലുള്ള ആളുകൾക്ക് സത്യം ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന രൂപത്തിൽ അവരുടെ മുഖഭാവം കണ്ടപ്പോൾ നെഞ്ചിലടിച്ചുകൊണ്ട് മൗലവി തേങ്ങുന്ന രംഗം ഇൻഷാ അല്ലാഹ് നിങ്ങൾ കാണാൻ പോവുകയാണ്. ഇതൊക്കെ എന്തിന്റെ പേരിൽ സംഭവിച്ചു? പണ്ഡിതന്മാർക്കെതിരെ കുതിര കയറിയതാണ്. നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു ഭൂമി ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം സുന്നിയായി ജനിക്കാതിരിക്കലാണെന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ സുന്നികളായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരിവിടെ ഹറാമ് പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നവരാണോ? അവർ അള്ളാഹുവിന്റെ മതത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി രൂപം കൊണ്ടവരാണോ? അല്ല, പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. ഇത് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് മനസ്സിലാക്കണം. ഇത് പറയാൻ ഇവർക്ക് എന്തർഹതയാണുള്ളത്? ഇവര് വന്നത് എന്നാണെന്നുകൂടെ മനസ്സിലാക്കുക. ഇവര് പറച്ചിൽ കേട്ടാൽ ആദം നബി മുതൽക്ക് തന്നെ ഇവരുടെ പ്രവർത്തനം ഇതേ രൂപത്തിൽ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നും. പക്ഷേ മൗലവി KB അബ്ദുൽ ലത്തീഫ് പറയുന്നു, 21 മുതൽക്കാണ് മുജാഹിദ് പ്രസ്ഥാനം വന്നത്. എന്നിട്ട് വളരെ മൃദുലമായ രൂപത്തിൽ അതിശക്തമായി ജനങ്ങളെ ആദർശത്തിലേക്ക് ക്ഷണിക്കുകയാണ് എന്നാണ് KB അബ്ദുൽ ലത്തീഫ് മൗലവി സംസാരിക്കുന്നത്. 1921 മുതൽ ഈ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും വരണം എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ രൂപത്തിൽ വളരെ സ്നേഹത്തോടുകൂടി, വളരെ വാത്സല്യത്തോടുകൂടി, വളരെ മൃദുലമായ ശൈലിയിൽ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്നുള്ള നിലക്ക് ജനങ്ങളുടെ മുമ്പിൽ വിശദീകരിക്കുന്നത്. അപ്പൊ ആ മൃദുലമായ രൂപത്തിൽ ഇവര് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന രംഗമാണ് ഇനി നിങ്ങളെ ഞാൻ കേൾപ്പിക്കുന്നത്. ഒരു മൗലവി മൃദുലമായ രൂപത്തിൽ ക്ഷണിക്കുകയാണ്. നരകത്തിലേക്ക് നയിക്കപ്പെടാതിരിക്കണമെങ്കിൽ, നരകത്തിന്റെ അവകാശിയാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ ശംസുൽ ഉലമായെ തള്ളുക, താജുൽ ഉലമായെ തള്ളുക, ഖമറുൽ ഉലമാമാരെ തള്ളുക. ശംസും ഖമറും നജുമും താജുകളുമൊക്കെ നമ്മെ നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കും. ശംസുൽ ഉലമാ EK അബൂബക്കർ മുസ്ലിയാർ ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. താജുൽ ഉലമാ ഉള്ളാളുതങ്ങളും ഖമറുൽ ഉലമാ കാന്തപുരം ഉസ്താദുമൊക്കെ ജനങ്ങളെ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന ആളാണ്. സ്വർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഒരു പ്രതീകം. പാവം ശാന്തം മൗലവി. താങ്ക്സ്. ഇതേ പറയാവൂ, വേറെന്ത് പറയാനാ? ഈ രോഗത്തിനൊക്കെ എവിടെയാ ചികിത്സയുള്ളത്? എന്തിനിതിന്റെ ആവശ്യം? നരകത്തിലേക്ക് ക്ഷണിക്കാനാണോ അവരിവിടെ വന്നത്? അവര് നരകത്തിന്റെ ആളുകളാണോ? ഞങ്ങൾ ഇന്ന് വരെ കേട്ടില്ലല്ലോ നരകത്തിലേക്ക് അവർ ക്ഷണിച്ചു കൊടുത്തത്. നരകത്തിലേക്ക് ക്ഷണിക്കാവുന്ന ഒരു പ്രവർത്തനം
അവരിവിടെ നടത്തിയതോ അവരതിനു വേണ്ടി ജനങ്ങളെ ആഹ്വാനം ചെയ്യുന്നതോ? പ്രിയപ്പെട്ട മുജാഹിദേ, നിങ്ങൾക്കത് കാണിച്ചു തരാൻ സാധ്യമാണോ? ആരോപണങ്ങൾ നിങ്ങൾക്ക് നന്നായി പറയാം, ഇനിയും അത് പറയാനുള്ള ആരോഗ്യം അല്ലാഹ് നിങ്ങൾക്ക് തരട്ടെ. ആരോപണങ്ങളെ കൊണ്ട് അള്ളാന്റെ മുമ്പിൽ വിജയിച്ചൂലകട്ടെ.